ഒരു വലിയ മാങ്ങ, നല്ല പുളിയുള്ള മൂവാണ്ടൻ മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ക്യാരറ്റും. അത് ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും ക്യാരറ്റും ഇതുപോലെ ഒരു ബൗളിലേക്കിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഉപ്പൊന്ന് തിരുമ്മി പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ട് അത് ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞു വെക്കാം. ഇനി ഇതുപോലെ ഒരു ഉരുളി വെച്ച് അതിലേക്ക് നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം. നല്ലെണ്ണയിലാകുമ്പോൾ കുറച്ച് ദിവസം കേടുവരാതിരിക്കും. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പം 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ഇട്ട് ആ ഉലുവയും കടുകും പൊട്ടി തുടങ്ങുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഈ ഉള്ളിയിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. മാങ്ങയുടെ പുളിക്കനുസരിച്ച് വേണം വിനാഗിരി ചേർക്കാൻ. പുളി കുറഞ്ഞ മാങ്ങയാണെങ്കിൽ കൂടുതൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി നന്നായി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങയും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. അതിൽ ഉപ്പൊക്കെ അലിഞ്ഞിച്ചിരി വെള്ളം വന്നിട്ടുണ്ടാവും. ആ വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചെറിയ തീയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ആ ചൂടിലൊന്ന് ഇളക്കിയ ശേഷം ഒന്ന് വാടി തുടങ്ങുമ്പം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണിത്. ഇതുണ്ടാക്കിയ ഉടനെ കൂട്ടരുത്. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് കൂട്ടുകയാണെങ്കിൽ വളരെ രുചിയാണ്. ഒരു തവണ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ.